അപ്പോൾ ഞങ്ങൾ ആഫ്രിക്കയിൽ വന്നിട്ട് ഇത് ഫസ്റ്റ് ഈദ് ഹോളിഡേ ആണ്. അപ്പോൾ ഈദ് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു ഫാമിലി ആയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയ സ്ഥലം എന്ന് പറയുന്നത് വില്ലേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പേരങ്ങനെയാണെങ്കിൽ പോലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മോളാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയാണ്, അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്ന വഴിയാണ് ഈ കാണുന്നതൊക്കെ. ചുറ്റും കാടും സ്ഥലങ്ങളൊക്കെ കാണുമ്പം സിമിലറായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രതീതിയൊക്കെ തോന്നും. ഒരു വഴികളൊക്കെ പോലെ തോന്നും പോകുന്ന ഒരു വഴികളൊക്കെ. ഇപ്പം നമ്മൾ അവിടെ എത്തി. അവിടെ പല പല ഗേറ്റായിട്ട് സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ എത്തി നമ്മൾ. അതിനുശേഷം എൻട്രൻസിലോട്ട് പോവാണ്. ഇപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഫൺ ഒരു റിക്രിയേഷനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്ക് ഈ ഒരു വില്ലേജ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിൻ്റെ അടുത്തായിട്ടൊരു ഫൗണ്ടെയിനൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറേ ഷോപ്സുകളും കാര്യങ്ങളും ഉണ്ട്. കുട്ടികളുടെ ടോയ്സിൻ്റെ ഷോപ്സ് ഉണ്ട്. അപ്പം നമ്മളാണെങ്കിൽ മാക്സിലൊക്കെ ഒന്ന് കയറിയായിരുന്നു. അപ്പോൾ അവിടുത്തെ മാക്സ് നമ്മുടെ നാട്ടിലുള്ള മാക്സിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിരുന്നു. കാരണം മാക്സിലെ എല്ലാ ഐറ്റംസും ഇൻ വൺ സ്റ്റോർ എന്നുള്ള രീതിയിലായിരുന്നു അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനങ്ങനെ നാട്ടിൽ അങ്ങനെയുള്ള സ്റ്റോർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് നമുക്ക് നടക്കാനുണ്ട്. നടന്ന് ഇങ്ങനെ പോകുന്ന വഴികളിലെല്ലാം ഓരോ ടൈപ്പ് ഫൗണ്ടൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഔട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ഒരു 1 ഡേ ട്രിപ്പ് പോലെ നമുക്ക് പോയി നടന്ന് കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പോയിട്ടില്ല, ഇവിടെ ആഫ്രിക്കയിൽ വന്നിട്ട് പോയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ആംബിയൻസും ഒക്കെ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ഒരുപാട് ഫൺ ആക്ടിവിറ്റീസൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് തന്നെയായിരുന്നു. ഈദൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റേതായ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.